നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനുവരി 10 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023 എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ ന്യൂസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023 എന്ന് പറയുന്നത്. ഇനി ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വരും അല്ലേ. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി അടുത്ത എന്താണ്? സാമൂഹിക നീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ എന്താണ് ഓർമ്മത്തോണി പദ്ധതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓർമ്മത്തോണി പദ്ധതി ആ പേരിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കുക. എന്താണ്? അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഡിമെൻഷ്യ അൾഷിമേഴ്സ് രോഗികൾക്കാണ് ഈ ഒരു പദ്ധതി കൊണ്ട് പ്രയോജനമുള്ളത് കേട്ടോ. ഡിമെൻഷ്യ അൾഷിമേഴ്സ് ബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പദ്ധതിയുടെ ചെലവ് 92 ലക്ഷം രൂപയാണ്. ഈ 2023-24 വർഷത്തേക്കാണ് ഈ 92 ലക്ഷം രൂപ ചെലവാകുന്നത്. ഓക്കെ, ഇനി ഓർമ്മത്തോണി അഥവാ അൾഷിമേഴ്സ് സൗഹൃദ കേരളം എന്നാണ് ഇതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിമെൻഷ്യ സൗഹൃദ കേരളം എന്നും പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഓർമ്മത്തോണി പദ്ധതി? ഓർമ്മ വെച്ച് കണക്ട് ചെയ്യുക. അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഡിമെൻഷ്യ അൾഷിമേഴ്സ് രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമ്മുടെ കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് എന്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആരാണ് ഓവറാൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്? ആരാണ്? കണ്ണൂരാണ്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഏതാണ്? ഡീക്കിൻ സർവകലാശാലയാണ്. ഓസ്ട്രേലിയയിലെ ഡീക്കിൻ സർവകലാശാലയാണ് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്നത്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, അത് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അടുത്ത മലയാള ചിത്രം പൂവ്, മലയാള ചിത്രമായിട്ടുള്ള പൂവ് ധാക്ക ചലച്ചിത്ര മേളയിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാള ചിത്രമായ പൂവ് രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ന്യൂസാണ് ഇന്നത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംവിധായകരെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അനീഷ് ബാബുവും അബ്ബാസ് ബിനോയ് ജോർജും ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ആരാണ് തിരക്കഥ എഴുതിയത്? ജോൺസൺ വി ദേവസി. ആരാണ്? ജോൺസൺ വി ദേവസി ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത്. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഏത് വിഭാഗത്തിലാണ് ഈ ഒരു സിനിമ ഇടം നേടിയെന്ന് വെച്ചാൽ സ്പിരിച്വൽ വിഭാഗത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം നമ്മുടെ നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി അല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു കടൽപ്പാലത്തിന്റെ പ്രത്യേകത? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഈ ഒരു കടൽപ്പാലം അറിയപ്പെടുന്നത്. ഇത് താനെ കടലിടുക്കിന് കുറുകെയായിട്ടാണ് കാണപ്പെടുന്നത്. താനെ കടലിടുക്കിന് കുറുകെയായിട്ടാണ് കാണപ്പെടുന്നത്. മുംബൈയും നവി മുംബൈയും തമ്മിൽ ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇതിൻ്റെ നീളം എത്രയാണ്? 22 കിലോമീറ്റർ ആണ് ഈ പാലത്തിൻ്റെ ആകെ നീളം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഈ ഒരു പാലം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇത് ആരെയൊക്കെ തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത്? മുംബൈയും നവി മുംബൈയും തമ്മിലാണ് ലിങ്ക് ചെയ്യുന്നത്. പിന്നെന്താണ്? താനെ കടലിടുക്കിന് കുറുകെയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. 22 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഓക്കെ അല്ലേ? ഇനി വീതി എത്രയാണ്? വീതി 27 മീറ്റർ ആണ്. ജസ്റ്റ് അത്രയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ന്യൂസ് എന്താണ്? 2023 ഓടക്കുഴൽ അവാർഡ് സമ്മാനിച്ചിട്ടുണ്ട്. ആർക്കാണത് കിട്ടിയത്? PN ഗോപികൃഷ്ണനാണ് കിട്ടിയത്. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. നമുക്ക് പേരിൽ നിന്ന് കണക്ട് ചെയ്യാം. ഓടക്കുഴൽ ആരുടെ കയ്യിലാണ്? കൃഷ്ണന്റെ കയ്യിലാണ്. കൃഷ്ണനെയും ഗോപികമാരെയും വെച്ചിട്ട് നമുക്ക് ഇതിനെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ഗോപികൃഷ്ണൻ. ഓക്കെ, PN ഗോപികൃഷ്ണൻ ഓടക്കുഴൽ അവാർഡ് 2023. അങ്ങനെയാണെങ്കിൽ 2022 ആർക്കാണ് കിട്ടിയത്? അംബിക സുധൻ മങ്ങാടിനാണ്. ആർക്കാണ്? അംബിക സുധൻ മങ്ങാടിനാണ് കിട്ടിയത്. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 2023 PN ഗോപികൃഷ്ണൻ ഏത് കൃതിക്കാണ് കിട്ടിയത്? കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ട് എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR
കുമാര കേരളവർമ്മയാണ്. ആർക്കാണ്? PR കുമാര കേരളവർമ്മയ്ക്കാണ് കിട്ടിയത്. പുരസ്കാര തുക എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. 2020 ആർക്കാ കിട്ടിയത്? 2020 ഡോക്ടർ K ഓമനക്കുട്ടിക്കാണ് കിട്ടിയത്. 2021 PR കുമാര കേരളവർമ്മയും 2020 ഡോക്ടർ K ഓമനക്കുട്ടിക്കുമാണ് കിട്ടിയത്. അടുത്ത ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ നമ്മളിപ്പോൾ പഠിച്ചു. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. 2022 ആർക്കായിരുന്നു? അംബികാസുധൻ മങ്ങാടിനാണ് കിട്ടിയത്. 2021 ആർക്കാണ്? സാറ ജോസഫിനാണ് കിട്ടിയത്. ബുധിനി എന്ന പറയുന്ന കൃതിക്കാണ് കിട്ടിയതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സെയിം കറണ്ട് അഫയേഴ്സ് തന്നെയാണ്, മറ്റൊരു പത്രത്തിലുള്ളതാണ്. എന്താണ്? അടൽ സേതു. അടൽ സേതു ഇന്ന് മോദി തുറക്കൂ എന്ന് പറയുന്ന ന്യൂസാണ്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത് എങ്കിലും നമ്മൾ എല്ലാ ഫാക്റ്റും പഠിച്ചേ പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം നമ്മൾ നേരത്തെ പഠിച്ചു. അതിന്റെ മറ്റൊരു പേരെന്താണ്? അടൽ സേതു. അടൽ സേതു എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണ്? അടൽ സേതു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറഞ്ഞു ഏത് കടലിടുക്കാണ്? താനെ കടലിടുക്ക് മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അടൽ സേതു അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഇനി ഏഷ്യയുടെ കാൽപന്ത് ആരവം. എന്താണ്? ഏഷ്യൻ കപ്പ് ഖത്തറിനെ പറ്റിയാണ് പറയുന്നത്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നു. 2024 നടക്കുന്നത്. പക്ഷേ 2023 നടക്കാനുള്ള മത്സരമായിരുന്നു. അതുകൊണ്ട് പേരിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. എവിടെയാണ് വേദി? ഖത്തറാണ് വേദി. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ചൈനയിൽ കഴിഞ്ഞ വർഷം നടത്താനിരുന്ന എന്താണ് ടൂർണമെന്റ് ആണ് 2023 എന്താണ് 2022 ഖത്തറിലേക്ക് മാറ്റി. ഖത്തറിലെ ചൂട് കണക്കിലെടുത്ത് പിന്നെ അത് മാറ്റി 2024 മാറ്റി. എന്നാലും എന്താണ്? വർഷം മാറ്റിയിട്ടില്ല. ഓക്കെ, 2023 എന്ന് തന്നെയാണ് ലോഗോയിൽ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് അത് മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മലയാളം പഠിക്കാൻ എത്ര ചങ്ങാതിമാര്. അപ്പൊ എന്താണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി? എന്താണ് ചങ്ങാതി പദ്ധതി? എന്താണ്? അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മലയാളം പഠനം വ്യാപിപ്പിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എന്താണ്? മലയാളം പഠിക്കാനുള്ള പദ്ധതിയാണ് ഇത് ചങ്ങാതി പദ്ധതി. ഓക്കെ അല്ലേ? അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. എന്താണ്? കേരളത്തിന് നമ്മുടെ വൃത്തിയുടെ കാര്യത്തിൽ 22ാം റാങ്കാണ് ഉള്ളത്. അപ്പൊ ആദ്യം ഏതാണ്? ആദ്യം ഇൻഡോറും സൂററ്റും ഒക്കെയാണ് നഗരങ്ങളുടെ കാര്യത്തിൽ, രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളുടെ കാര്യത്തിൽ മുന്നിലുള്ളത് ഇൻഡോറും സൂററ്റും ആണ്. പിന്നിൽ ആരാണ്? മുംബൈ ആണ്. ഇനി സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് മുന്നിലുള്ളത് ആരൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആണ് മുന്നിലുള്ളത്. 22ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ന്യൂസ് എന്താണ്? വിധു പി നായർ അങ്കോളയിൽ അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. വിധു പി നായരെ അങ്കോളയിൽ അംബാസിഡറായിട്ട് തെരഞ്ഞെടുത്തു എന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ന്യൂസ്. എന്താണ്? വിധു പി നായർ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്ക. ആരാണ് അങ്കോളയുടെ അംബാസിഡർ? ഇപ്പം വിധു പി നായരാണ്. ഓക്കെ, അടുത്തത് ഒഡേപെക് സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ശിവൻകുട്ടി ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലേ? അപ്പം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഒഡേപെക് സേവനം പ്രയോജനപ്പെടുത്താൻ. അപ്പൊ എന്താണ് ഒഡേപെക് സേവനം? അപ്പൊ എന്താണ് ഒഡേപെക്? വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ കണ്ടെത്തി. നമ്മൾക്ക് തൊഴിൽ നമ്മുടെ കേരളത്തിൽ കുറവാണല്ലേ? അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ചുരുങ്ങിയ ചെലവിൽ ജോലി ലഭ്യമാക്കാനുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഒഡേപെക് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ആ ഒരു സാധുത പ്രയോജനപ്പെടുത്താനാണ് ആര് പറയുന്നത്? മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.